വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കുന്നത്. വോട്ടർ പട്ടികയിൽ വ്യാപകമായിട്ട് മറ്റ് പ്രദേശങ്ങളിൽ വോട്ട് ചേർത്തിയത് ആരാണെന്നുള്ളത് പാലക്കാട്ടെ ജനങ്ങൾക്കറിയാം. ഇന്നലെ ഇനിയാന്നൊക്കെ ആയിട്ട് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ടായിരുന്നു, കൊടുമ്പ് പഞ്ചായത്തിലെ വോട്ടുകൾ കണ്ണാടി പഞ്ചായത്തിലെ 177-78 ബൂത്തുകളിൽ വ്യാപകമായി ചേർത്തിരിക്കുന്നു. ആ വോട്ടുകൾ ചേർത്തിയ വോട്ടുകൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും, ആ വ്യക്തികളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയാൽ അറിയാൻ കഴിയും അത് ഏത് പാർട്ടിയോട് അനുഭാവം പുലർത്തുന്ന ആളുകളാണെന്ന് ഏത് ആൾക്കും മനസ്സിലാക്കാൻ കഴിയും. കോൺഗ്രസിൻ്റെ കണ്ണാടി പഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിലാണ് കൊടുമ്പ് പഞ്ചായത്തിലെ പെട്ട കോൺഗ്രസിൻ്റെ ആളുകളെ വ്യാപകമായിട്ട് തൊട്ട് അടുത്ത് കിടക്കുന്ന സമീപ പ്രദേശങ്ങളിലെ ബൂത്തുകളിൽ വ്യാപകമായിട്ട് കള്ളവോട്ടായിട്ട് ചേർത്തിട്ടുള്ളത്. CPM-ൻ്റെ ഭരിക്കുന്ന പഞ്ചായത്താണ് കണ്ണാടി. അപ്പോൾ ഇത്തരത്തിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളത് സംഘടിപ്പിച്ച് വ്യാപകമായിട്ട് കള്ളവോട്ട് ചേർക്കുന്ന സമയത്ത് CPM-ൻ്റെ പഞ്ചായത്ത് ഭരണസമിതി എന്തുകൊണ്ട് ഇത് തടയാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. CPM-ൻ്റെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സരിൻ, അദ്ദേഹം ഇവിടെ വോട്ടറായിരിക്കുക. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമം? ഒരാളുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കണമെങ്കിൽ അയാൾ 6 മാസമെങ്കിലും ഒരു മേൽവിലാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 6 മാസമെങ്കിലും താമസിച്ചിരിക്കണം. സരിൻ്റെ 27/484 നമ്പർ വീട്, മണപ്പുള്ളിക്കാവ് വാർഡിലത്തെ വീടിൽ, ആ വീട്ടിൽ താമസിക്കുന്ന ആരാണെന്ന് നിങ്ങൾ നേരിട്ട് പോയി പരിശോധിക്കണം. അവിടെ വാടകയ്ക്ക് കൊടുത്ത വീടാണ്. ആ വീട്ടിൽ താമസിക്കുന്നത് മറ്റാളുകളാണ്. ആ വീട്ടിൻ്റെ അഡ്രസ്സിലാണ്, ആ വീട്ടു നമ്പറിലാണ് സരിൻ്റെ വോട്ട് ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്തെ വോട്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എത്രയായി? ഇപ്പോൾ ഏറ്റവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമപ്രകാരം 6 മാസം ഒരു മേൽവിലാസത്തിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുടെ വോട്ടാണ് ചേർത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ ലംഘനം നടത്തിയിട്ടുള്ളത് ആരാ? വടി കൊടുത്ത് അടിവാങ്ങുന്ന പരിപാടിയാണ് CPM-ഉം കോൺഗ്രസും ചെയ്യുന്നത്. VK ശ്രീകണ്ഠൻ പറഞ്ഞു, BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വോട്ട് ഇവിടെ ഉണ്ട്. ഞാൻ ശ്രീകണ്ഠനെ വെല്ലുവിളിക്കുക, ഏത് വൈസ് പ്രസിഡന്റ് വോട്ടാണ് കോഴിക്കോടും പാലക്കാടും ഉള്ളതെന്നുള്ളത് ശ്രീകണ്ഠൻ തെളിയിക്കാൻ തയ്യാറാണ്. ഒരു ലോക്സഭാ MP, ഒരു ജനപ്രതിനിധി യാതൊരുവിധ സത്യാവസ്ഥയും ഇല്ലാത്ത കാര്യങ്ങൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത് ആദ്യം നിൽക്കണം. രഘുനാഥിൻ്റെ പേര് 2 കോഴിക്കോടും പാലക്കാടും ഉണ്ടെന്ന് ശ്രീകണ്ഠൻ തെളിയിച്ചാൽ ശ്രീകണ്ഠൻ MP സ്ഥാനം രാജിവെക്കണം. തെറ്റാണെങ്കിൽ, ശ്രീകണ്ഠൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ രാജിവെക്കണം. ഞാൻ പറയുന്നു, ശ്രീകണ്ഠൻ അത് തെളിയിച്ചാൽ ഇന്ന് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് പിന്മാറാൻ തയ്യാറാണ്. വായി തോന്നിയത് വിളിച്ചു പറയുന്ന ആളാണോ ഒരു ജനപ്രതിനിധി? എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, യാതൊരുവിധ ആരെങ്കിലും വിളിച്ചു കൊടുക്കുന്ന വാർത്തകളൊക്കെ വിളിച്ചു പറയേണ്ട ആളല്ല ഒരു ജനപ്രതിനിധി. അദ്ദേഹത്തിന് ഇതെല്ലാം ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ ഹെൽപ്പ് ലൈനിലുള്ള ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കും ഒരു നിമിഷം കൊണ്ട് ആരുടെയും പേര് സെർച്ച് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും ഏത് ജില്ലയിലും ഏത് പ്രദേശത്തുള്ള ആളുടെ വോട്ട് അവിടെ ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇത്തരത്തിലുള്ള സംവിധാനമുള്ള സമയത്താണ് ഒരു MP ഇത്തരത്തിലുള്ള പരാമർശവുമായിട്ട് വരുന്നത്. അപലപനീയമാണ്. ഇവിടെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നത് 2 മുന്നണികളാണ്. യഥാർത്ഥത്തിൽ 33-ാം നമ്പർ ബൂത്ത് ഈ പ്രദേശത്തെ ബൂത്താണ്. ഈ ബൂത്തിൽ 16 പേര് സ്ഥിര താമസമുള്ള, കഴിഞ്ഞ 20-30 വർഷമായിട്ട് ഇവിടെ താമസിച്ചു വരുന്ന, ഇവിടെ വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആ ആളുകളെ, കരട് വോട്ടർ പട്ടികയിലുള്ള ആളുകളെ BLO-നെ ഇൻഫ്ലുവൻസ് ചെയ്ത് 2 മുന്നണികളും കൂടി വോട്ടർ പട്ടികയിൽ പേര് ഒഴിവാക്കിയിരിക്കുക. ഇവിടെ അയ്യപ്പുരത്തെ റേഷൻ കട നടത്തുന്ന ബാലു, നിങ്ങൾ ഈ പ്രദേശത്ത് ആരോട് ചോദിച്ചാലും അറിയാം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുതൽ ആ റേഷൻ കട നടത്തി വരികയാണ്. അച്ഛൻ്റെ മരണശേഷം അദ്ദേഹമാണ് റേഷൻ കട നടത്തി വരുന്നത്. എല്ലാ ദിവസവും കാലത്ത് 8 മണി തൊട്ട് രാത്രി 7:30-8 മണി വരെ ആ റേഷൻ കടയിൽ ഇരിക്കുന്ന ആളാണ്. താമസിക്കുന്നത് ഇവിടെയാണ്. അദ്ദേഹത്തെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തിരിക്കുക. അദ്ദേഹത്തിന് ഭാര്യയൊക്കെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തിരിക്കുക. അപ്പോൾ BJP-ക്ക് അനുകൂലമായി കിട്ടുന്ന വോട്ടുകൾ ഓരോ ബൂത്തുകളിലും 20-ഉം 25-ഉം വോട്ടുകൾ വീതം വളരെ ആസൂത്രിതമായിട്ട് കരട് വോട്ടർ പട്ടികയിലുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് സംശയിക്കില്ല. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് അതിൽ അഡീഷണൽ ലിസ്റ്റിലാണ് ഈ നീക്കം ചെയ്തവരുടെ പേരുകളിൽ ഇവരുടെ പേര് വരുന്നത്. അപ്പോൾ 2 മുന്നണികളും തമ്മിൽ വ്യാപകമായിട്ട് കള്ളവോട്ട് ചേർക്കുക,
BJPക്ക് അനുകൂലമായിട്ട് ലഭിക്കാവുന്ന വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു നടപടി കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഇതിൽ ജില്ലാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ വലിയ വീഴ്ചയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലുള്ള ഡബിൾ വോട്ടിനെ സംബന്ധിച്ച് എല്ലാ രേഖകളും കൊടുത്തിരുന്നു. 1,68,000 ഇത്തരത്തിലുള്ള വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ പരിശോധിക്കണം, അത് നീക്കം ചെയ്യണമെന്ന് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതാണ്, ജില്ലാ കളക്ടറോട് അന്ന് ആവശ്യപ്പെട്ടതാണ്, ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിച്ചാണ്, ഹൈക്കോടതി ഇത് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് അന്ന് ജില്ലാ കളക്ടർ സ്വീകരിച്ചത്, തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ സ്വീകരിച്ചത്. അതിന്റെ ഫലമാണ് ഇപ്പോഴും ഡബിൾ വോട്ട് എല്ലാ പ്രദേശത്തും വരുന്നത്. ഇത് തടയേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ ജില്ലയിൽ കൃത്യമായിട്ട് CPM അവരുടെ ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. അല്ല, ഞങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെടുത്ത ഡാറ്റ ഞങ്ങളുടെ ഉണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള 20,000-ലധികം വോട്ടുണ്ട്. 20,000-ലധികം. മറ്റുള്ള സ്ഥലങ്ങളിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ മറ്റുള്ള നിയോജക മണ്ഡലങ്ങളിൽ വോട്ടുള്ള 20,000-ഓളം വോട്ടുകൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുണ്ട്. ഞങ്ങളുടെ ഡാറ്റയുണ്ട്. ഈ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ അതിനെ സംബന്ധിച്ച് കോടതിയെ സമീപിക്കും. അല്ല, അതാ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ജില്ലാ പ്രസിഡന്റ് മാത്രമല്ല, ഇതുപോലെ 2 വോട്ടുള്ള എല്ലാവരെയും നീക്കം ചെയ്യേണ്ടത് ആരാ? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് ജില്ലാ പ്രസിഡന്റ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ ഓഫീസിലാണ് താമസിക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ റൂം ഞാൻ കാണിച്ചു, നിങ്ങൾ കൂടെ റിമൂവ് ചെയ്യാൻ കൊടുത്തിട്ടില്ല. അത് ഒഴിവാക്കേണ്ടത് ആരാ? ഒരാൾക്ക് അപേക്ഷ കൊടുക്കാനേ കഴിയുള്ളൂ. അത് അന്വേഷണം നടത്തി ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം. ഒരു അന്വേഷണവും ഇല്ലാതെ 16 പേരുടെ വോട്ട് ഒഴിവാക്കി. ഞാൻ ചോദിക്കട്ടെ, അപേക്ഷ കൊടുക്കാത്ത, ഒരു അന്വേഷണവും നടത്താത്ത, സ്ഥിരതാമസമുള്ള 16 പേരെ ഒഴിവാക്കുന്നു. അതെന്താ ഒഴിവാക്കുന്നത്? അതെന്താ നിങ്ങൾ ചോദിക്കാത്തത്? എങ്ങനെയാണ് 16 പേര്? അവരപേക്ഷ കൊടുത്തിട്ടില്ല, ആരും അപേക്ഷ കൊടുത്തിട്ടില്ല, അവര് ജീവനോടെ ഇരിക്കുന്നു, അവര് ഇവിടെ ലൈവായിട്ട് റേഷൻ കട പോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തി വരുന്നു. അവരുടെ വോട്ട് ഒഴിവാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. സരിനെ നിങ്ങൾ കൂടി കൂട്ടിക്കെട്ടണ്ട. ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ 1 വർഷമായിട്ട് പാലക്കാട് ജില്ലാ ഓഫീസിലാണ്. 6 മാസം കഴിഞ്ഞാലേ സ്ഥിരതാമസമായാലേ ചേർത്താൻ പറ്റുള്ളൂ. സരിന് 6 മാസമായോ? ആ വീട്ടിൽ പോയി അന്വേഷിക്കും. BJPയുടെ ജില്ലാ ഓഫീസിൽ ഒരു റൂം ജില്ലാ പ്രസിഡന്റാണ് താമസിക്കാനുള്ള റൂമാണ്. സരിൻ താമസിക്കുന്നത് ഇവിടെയാണ്. സരിൻ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന ആരോ? നിങ്ങൾ ഇതേ യൂണിറ്റുകൾ മുഴുവൻ ആ 27/484 മണപ്പുള്ളിക്കാവുള്ള ആ വീട്ടിലേക്ക് പോവുക. എനിക്ക് കാണാൻ പോകുന്ന വീട്ടിൽ 3 പാർട്ടികൾ ഒരേപോലെ ഇങ്ങനെ വോട്ട് ചേർക്കും. ഞങ്ങൾ ചേർത്തിട്ടില്ല. ഞങ്ങൾക്ക് കള്ള വോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. പേര് 2 സ്ഥലത്ത് വോട്ടുണ്ടാവും. ഞങ്ങൾ കൊടുത്തുവല്ലോ. ഒഴിവാക്കേണ്ടതാണ്. ഞങ്ങള് അവിടുത്തെ ഡിലീറ്റ് ചെയ്യാനും ഇവിടുത്തെ ചേർത്താനുമാണ് കൊടുത്ത്. എന്തുകൊണ്ട്? അതാരാ ചെയ്യുന്നത്? എനിക്ക് ചെയ്യാൻ പറ്റില്ല, വ്യക്തിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ ഇല്ല, അപേക്ഷ കൊടുക്കാത്ത ആളുടെ എന്തിനാ ഒഴിവാക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ പറയുന്നത് സരിന്റെ വീട്ടിൽ അവിടെ ആരാ താമസിക്കുന്നത്? ജില്ലാ പ്രസിഡന്റ് ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ. BJP ഓഫീസിന് ജില്ല അത് ആരാ ഉൾപ്പെടുത്തേണ്ടത്? വീട്ടു നമ്പർ ഇല്ലാത്ത ഒരു വോട്ട് എങ്ങനെ ചേർത്താൻ പറ്റുക? അത് നിങ്ങൾക്ക് തെറ്റ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്വമല്ലേ? ഒരപേക്ഷ ഞാൻ ആപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൻ അല്ലല്ല BJPയുടെ ജില്ലാ പ്രസിഡന്റ് പേരുള്ള ഒരു ഓഫീസിൽ വേറെ ആരുടെ ലെറ്റർ വേണം? വാടകക്കാരനാ ജില്ലാ പ്രസിഡന്റ്? CPMന്റെയും കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമാരും ജില്ലാ സെക്രട്ടറിമാരും വാടകക്കാരായിരിക്കും. BJPയുടെ ജില്ലാ പ്രസിഡന്റ് വാടകക്കാരനല്ല, ആ പാർട്ടി ഓഫീസിന്റെ ഉടമസ്ഥനാണ്. വോട്ടർ രജിസ്ട്രേഷൻ ആപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിൽ കൃത്യമായിട്ട് ഡോർ നമ്പറും അഡ്രസ്സും ചെയ്യണം. അപ്പൊ അതില്ലെങ്കിൽ BLO അന്വേഷിക്കേണ്ടത്. അപ്പൊ ഞങ്ങള് ഈ 33-ാം ബൂത്തിൽ BLOനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ BLO ഫോണ് പോലും എടുക്കുന്നില്ല. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ഇതിൽ അവരുടെ പേര് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ് വിളിക്കുന്ന സമയത്ത്, വോട്ടർമാർ വിളിക്കുന്ന സമയത്ത് BLO ഫോണ് പോലും എടുക്കുന്നില്ല. ജില്ലാ കളക്ടർ ഇത്തരത്തിലുള്ള BLOമാരെ വെച്ചിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുക. ജില്ലാ റിട്ടേണിംഗ് ഓഫീസറാണ് അവർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുക. രഘുനാഥൻ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. രഘുനാഥിന്റെ വോട്ട് കോഴിക്കോടാണ്. രഘുനാഥിന്റെ വോട്ട് പാലക്കാട് ഉണ്ടെന്ന് പറഞ്ഞാൽ, തെളിയിച്ചാൽ, VK ശ്രീകണ്ഠൻ തെളിയിച്ചാൽ ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറാം. അല്ലെങ്കിൽ VK ശ്രീകണ്ഠൻ MP സ്ഥാനം രാജിവെക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. 2, നെല്ല് സംഭരണം. പാലക്കാട് വലിയ വിഷയം. നെല്ല് 3 പഞ്ചായത്തുകളിൽ
ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നു, നെല്ല് സംഭരണത്തിന്റെ പേരിൽ കേരളത്തിൽ 400 കോടി രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത്. 400 കോടി രൂപയിൽ അധികം വരുന്ന അഴിമതിയാണ് നടക്കുന്നത്. സംഭരിക്കാത്ത, നെൽകൃഷി ചെയ്യാത്ത അല്ലെങ്കിൽ സംഭരിക്കാത്ത നെല്ലിന്റെ പേരിൽ കോടികൾ വെട്ടിച്ചെടുക്കുന്നത്. ഇത് 21, 22, 22, 23, 24 24 സർക്കാരിന്റെ നെല്ല് സംഭരിക്കണമെങ്കിൽ ഏരിയ രജിസ്റ്റർ ചെയ്യണം, ടൈറ്റിൽ രജിസ്റ്റർ. ഏരിയ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1,48,833 ഹെക്ടറാണ്. നെല്ല് സംഭരിച്ചിരിക്കുന്നത് 1,70,994 ഹെക്ടറിന്. ഇതെങ്ങനെ സംഭവിക്കുക? അതായത് നെല്ല് സംഭരിക്കാൻ സപ്ലൈകോന്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഹെക്ടർ 1,48,833. നെല്ല് സംഭരിച്ചിരിക്കുന്നത് 1,70,994. അതായത് ഏകദേശം 90,000 ഏക്കർ സ്ഥലത്തുനിന്ന് നെല്ല് അഡീഷണൽ ആയിട്ട് സംഭരിച്ചതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആരോപിക്കുന്നുണ്ട്, ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും 16 രൂപയ്ക്കും 18 രൂപയ്ക്കും കിട്ടുന്ന നെല്ല് പാലക്കാടും അതുപോലെ തന്നെ കുട്ടനാടുമുള്ള കൃഷി ചെയ്യാത്ത കർഷകരുടെ പേരിൽ വ്യാജമായിട്ട് നെല്ല് സംഭരിച്ചതായി കണക്ക് കൊണ്ടുവന്ന് സംഭരണ വില തട്ടിയെടുക്കുന്ന വലിയൊരു ലോബി, അത് ഭരണകക്ഷിയിലെ ഒരു ഉന്നത നേതാവിന്റെ മകന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. 400-500 കോടി രൂപയുടെ വെട്ടിപ്പാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഒരു ഏക്കറിന് സർക്കാരിന്റെ കണക്ക് പ്രകാരം 2200 കിലോ ആണ് സംഭരിക്കുന്നത്. 90,000 ഏക്കറിന് എത്ര നെല്ലാണ് സംഭരിക്കുക? എത്ര കോടി രൂപയാണ് സർക്കാരിന്റെ ഖജനാവിന് നഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ. നെല്ല് സംഭരണത്തിലെ അഴിമതിയെ സംബന്ധിച്ച് സർക്കാർ അന്വേഷിക്കണം. നേരത്തെ വിജിലൻസ് അന്വേഷിച്ച് കൃഷി ചെയ്യാത്ത കർഷകന്റെ പേരിൽ നെല്ല് സംഭരിക്കുന്നത് സംബന്ധിച്ച് വലിയ ആരോപണം വന്നതാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ 3 വർഷത്തെയും പരിശോധിക്കാം. 23-24 1,48,000 ഹെക്ടറാണ് രജിസ്റ്റർ ചെയ്തത്. 1,70,000 ഹെക്ടറിന് നെല്ല് സംഭരിച്ചു. 22-23 1,70,000 ഹെക്ടറിൽ രജിസ്ട്രേഷൻ വന്നു. 1,82,000 ഹെക്ടറിന് നെല്ല് സംഭരിച്ചു. 21-22 1,71,000 ഹെക്ടറിൽ രജിസ്ട്രേഷൻ വന്നു. 1,84,000 ഹെക്ടറിന് നെല്ല് സംഭരിച്ചു. അതായത് ഇല്ലാത്ത ഭൂമിയിൽ നിന്ന് എങ്ങനെ നെല്ല് സംഭരിക്കാൻ പറ്റുക? കൃഷിഭൂമി കൃഷി ചെയ്ത കർഷകൻ രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്നും എത്രയോ ഏക്കർ, 2-3 ഇരട്ടി ഏക്കർ സ്ഥലത്തു നിന്നാണ് നെല്ല് സംഭരിക്കുന്നത്. ഇല്ലാത്ത കർഷകന്റെ പേരിൽ നെല്ല് സംഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും ഒക്കെ തട്ടിയെടുക്കുന്ന, നെല്ലിന്റെ താങ്ങുവില തട്ടിയെടുക്കുന്ന വലിയൊരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നു. ഒരു നേതാവിന് മകനാണെന്ന് ആരോപിക്കുന്നു. ഭരണകക്ഷിയിൽപ്പെട്ട ഒരു നേതാവിന്റെ, ഉന്നത നേതാവിന്റെ മകന്റെ നേതൃത്വത്തിലാണ് ലോബി. ഘടകകക്ഷിയുടെ മോനാണ്. ഘടകകക്ഷി നേതാവിന്റെ മോനാണ്. എന്തുകൊണ്ടാണ് ആ ഘടകകക്ഷി വായടച്ചിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. ഓണക്കിറ്റിന് ശർക്കര കൊണ്ടുവന്നത് സംബന്ധിച്ച്, ഇതെല്ലാം സംബന്ധിച്ചുള്ള വിജിലൻസ് റിപ്പോർട്ട് ഇയാൾക്കെതിരായിട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി പറയുന്നതിന്റെ അപ്പുറം നിൽക്കാൻ ഈ ഘടകകക്ഷിക്ക് ഇപ്പൊ സാധിക്കില്ല. കാരണം പാലക്കാട്ടിലെ മന്ത്രിയല്ല, പാലക്കാട്ടുകാരനായിട്ടുള്ള മന്ത്രിയല്ല. അല്ല, പാലക്കാട്ടുകാരനായിട്ടുള്ള മന്ത്രിയല്ല. ഇത് രണ്ടാമത്തെ ഘടകകക്ഷിയുടെ സംസ്ഥാന നേതാവിന്റെ മോനാണ്. ഇത്രയൊക്കെ സ്ഥിതിക്ക് പേര് പറയാമല്ലോ. ഞാൻ എന്തിനാ പേര് പറയുന്നത്? നിങ്ങൾ അന്വേഷിക്കും. ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ഓണക്കിറ്റിനുള്ള ശർക്കര കൊണ്ടുവന്ന തമിഴ്നാട്ടിൽ നിന്ന് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് അവിടെ ശർക്കര മില്ലുകളുണ്ട്. വെളിച്ചെണ്ണ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് സപ്ലൈകോന് കൊടുക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയും സപ്ലൈകോ മിനിസ്റ്ററും ഒന്നും ഇത് സംബന്ധിച്ച്, സിവിൽ സപ്ലൈസ് മന്ത്രിയൊന്നും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നില്ല. കോടികളാണ്, 400 മുതൽ 500 കോടി രൂപ വരെ അഴിമതിയാണ് ഓരോ വർഷവും നെല്ല് സംഭരണത്തിന്റെ പേരിൽ കേരളത്തിൽ നടക്കുന്നത്. ഇതിപ്പം ഇന്നലെ ഈ പലയിടങ്ങളിലും വോട്ട് ചേർക്കപ്പെട്ട സംഭവത്തിൽ BLOമാരെ നേരിട്ട് ഹാജരാകണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു നടപടിയിലേക്ക് പോകുമെന്ന് അങ്ങ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, കളക്ടർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കളക്ടർക്ക് ഇത് തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് നടക്കണം, യഥാർത്ഥ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്വീകരിക്കാൻ ഞങ്ങൾ പെൻഡ്രൈവിൽ പ്രിൻ്റ് ഔട്ട് എല്ലാം കൊടുത്തിരുന്നു. ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ്, ഡബിൾ വോട്ടിൻ്റെ ലിസ്റ്റ് കൊടുത്തിരുന്നു. എന്താ കളക്ടർ നടപടി സ്വീകരിച്ചില്ല? അപ്പോൾ ജില്ലാ കളക്ടർക്ക്
CPM പറയുന്നതിൻ്റെ അപ്പുറം പ്രവർത്തിക്കാൻ പാലക്കാട് ജില്ലാ കളക്ടർക്ക് കഴിയില്ല. അവർ CPM-ൻ്റെ ഉള്ളം കൈയിലാണ്.